ക്രീം റോള് റെഡി ആയിട്ടുണ്ട്. മേഘയോട് ഞാൻ പാഴ്സൽ ചെയ്ത് തരാൻ പറയാം. എൻ്റെ ആരാധികയ്ക്ക് കൊടുക്കണം. എന്നിട്ട് അതിൻ്റെ ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് ഫോൺ ചെയ്ത് പറയാൻ പറയൂ. മേഘ എൻ്റെ കാർഡ് തരും. ഷുവർ സർ. സോറി. ഓ ഓക്കെ ദെൻ. നിങ്ങളുടെ ഓർഡർ റെഡിയാകുന്നുണ്ട്. എൻജോയ് യുവർ മീൽ. പോകുമ്പോൾ പാഴ്സൽ വാങ്ങിക്കാൻ മറക്കരുതേ. പിന്നെ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഓർഡർ ചെയ്തോളൂ. ഇന്നത്തെ ദിവസം എൻ്റെ ട്രീറ്റാണ്. ട്രീറ്റോ? സാറെന്തിനാ ബുദ്ധിമുട്ടുന്നത്? ഞങ്ങൾ പേയ്മെന്റ് ചെയ്യാം. നോ നോ നോ. സിദ്ധാർത്ഥ്, കല്യാണത്തിന് വരാന്ന് പറഞ്ഞ് നമ്മളെ പറ്റിച്ചതാ. ട്രീറ്റ് ചെയ്യട്ടെ, വിട്ടേക്ക്. കറക്റ്റ്. പുതിയ ഫ്രണ്ടാണോ ബോസ്? ബ്രേക്കപ്പ് എന്ന് പറഞ്ഞെന്ന് പോയില്ലായിരുന്നോ? ആ നീ സാറാ എന്നെ സമാധാനിപ്പിച്ചത്. ശരിക്കും റിലീഫ് ആയിരുന്നു. ഓ നൈസ്. അല്ല സിദ്ധാർത്ഥ്, അമ്മ ഭക്ഷണം കഴിക്കാതെ തിരിച്ച് വീട്ടിലേക്ക് പോയി. നീ അമ്മയോട് വേണ്ടാന്ന് പറഞ്ഞില്ലല്ലോ. എന്റെ ബോസേ, ഓർമ്മ വെച്ച കാലം തൊട്ട് ഞാൻ കാണുക. മുത്തശ്ശനില്ലാതെ അമ്മ ഭക്ഷണം കഴിക്കില്ല. അമ്മ ഇവിടെ വന്നത് തന്നെ വലിയ കാര്യ. അല്ല എന്നാലും ബോസ്, നമ്മുടെ കല്യാണം ഇപ്പൊ കഴിഞ്ഞതേ ഉള്ളൂ. നമുക്കൊരു ശല്യം ആവണ്ടെന്ന് അമ്മ ചിലപ്പോ കരുതി കാണും. അത്രേ ഉള്ളൂ. ബോസേ, ഇവിടുന്ന് കഴിക്കണോ അതോ വീട്ടിൽ പോയി കഴിക്കണോ? കഴിക്കാം. അയ്യോ ദത്തൻ ചേട്ടാ, തുളസി വരാമെന്ന് പറഞ്ഞില്ലേ? നിങ്ങൾ അവിടെ എവിടെയും തിരിഞ്ഞ എല്ലാ സാധനങ്ങളും വാരി വലിച്ചിടാതെ പാവം തുളസിക്ക് ഇരട്ടി ജോലിയാവും. നീ ഒന്നും മിണ്ടായിരിക്കുന്നുണ്ടോ? എടാ, ഈ മരുന്നൊക്കെ മനുഷ്യൻ കാണുന്നിടത്ത് വെക്കണം. എവിടെയെങ്കിലും വെച്ചിട്ട് പോയി ഞാൻ എന്ത് ചെയ്യാനാ? അതാരോ വന്നു. ആ അമ്മാവ, മരുന്ന് കിട്ടിയായിരുന്നോ? കിട്ടണമെങ്കിൽ അത് മനുഷ്യൻ നോക്കിയാ കാണുന്നിടത്ത് വേണ്ടേ വെക്കേണ്ടത്. അമ്മാവ, ദേ ഇവിടെയുണ്ട്. ഇതാ. ഇവിടെയാണോ വെച്ചിരുന്നത്? ഇങ്ങതാ. ഇതൊക്കെ ആദ്യമേ പറയണ്ടേ? വെള്ളം എടുക്കാൻ ഇത്ര താമസോ? ദത്തൻ ചേട്ടാ, നിങ്ങൾ എന്നെ പോലെ ഒരു കണ്ണാടി വെച്ചാൽ നന്നായിരിക്കും. നിനക്ക് ഞാൻ 500 രൂപ തന്നില്ലേ ഈ കണ്ണാടി ശരിയാക്കാൻ വേണ്ടിട്ട്? അതെങ്കിൽ തിരിച്ചതാ. അയ്യോ തുളസി, ഞാൻ ഇവിടുന്ന് ഭക്ഷണം കഴിച്ചാൽ എന്റെ വീട്ടിലുള്ളതൊക്കെ പിന്നെ ആരാ കഴിച്ചു തീർക്കുക? ദത്തൻ ചേട്ടൻ ഒറ്റയ്ക്കായതുകൊണ്ട് ഞാൻ കൂട്ടിയിരുന്നു. ശരി, ഞാൻ ഇറങ്ങ. നീ എന്താണ് എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? നിന്റെ മരുമകളുടെ പാചകത്തെ പറ്റി എനിക്കറിയില്ലേ? രുചിയായിട്ട് ഇവിടെ നിന്നെല്ലാം കഴിച്ചിട്ട് പോ. ഏയ് ദത്തൻ ചേട്ടാ, ഇവിടുന്ന് കഴിക്കുന്നതുകൊണ്ട് എനിക്ക് എന്താ ബുദ്ധിമുട്ട്? ഇത് എന്റെ വീട് പോലെ തന്നെയല്ലേ? മോളെ തുളസി, ഒന്നും വിചാരിക്കണ്ട, ഞാൻ വേറൊരു ദിവസം കഴിക്കാം. തുളസി, നീ ഭക്ഷണം കഴിച്ചിട്ടാണോ വന്നത്? ശരി, ഞാൻ പോയിട്ട് വരാം. സാമ്പാറിൽ കുറച്ച് ഉപ്പ് കൂട്ടിയിടാൻ പറഞ്ഞാൽ അമ്മാവ നിങ്ങൾക്ക് BP ആണെന്ന് പറയും. ഈ തോരനാണെങ്കിലോ ശരിയായിട്ട് വെന്തിട്ട് പോലുമില്ല. ഇത്ര വർഷമായിട്ട് നീ നന്നായിട്ട് ഒന്നും ഉണ്ടാക്കാൻ പഠിച്ചില്ലല്ലോ. എന്ത് ചെയ്യോ എന്തോ. എന്താ പുതുമോടികൾ രണ്ടും കൂടെ കറങ്ങാൻ പോയിട്ട് വന്നതാണോ? ആ ചേട്ടാ വരൂ. ഓ, ഇരുന്നാട്ടെ ഇരുന്നാട്ടെ, ഭക്ഷണം കഴിക്കുമ്പോ എഴുന്നേക്കരുത്. ഇരിക്ക്, നിങ്ങൾ ഇരിക്ക്. ഞാൻ വന്ന സമയവും മോളും മരുമോനും വന്ന സമയവും കറക്റ്റ് ആയിരുന്നു. ഭക്ഷണം കഴിക്കാൻ പുറത്തു പോയതാണെന്ന് പറഞ്ഞു. നിങ്ങൾക്കും കൂടി പോകാമായിരുന്നല്ലോ. എന്നെ വിളിച്ചായിരുന്നു. കാശ് കൊടുത്ത് ആഹാരം കഴിച്ച് ആരോഗ്യം ഇല്ലാതാക്കാൻ ഇവര് വിളിച്ചായിരുന്നു തന്നെ. ഞാൻ അവരോട് പറ്റില്ല എന്ന് എന്നെ പറഞ്ഞു.
ഈ വന്ന കാലത്തെ പിള്ളേര് വായുടെ രുചിക്ക് വേണ്ടി എന്തൊക്കെയോ വാങ്ങിച്ച് കഴിക്കുന്നു. നമ്മളോടും കഴിക്കാൻ പറയുന്നു, നമുക്കത് കഴിക്കാൻ പറ്റുമോ? അത് സത്യമാ. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഈ ഹോട്ടൽ ഭക്ഷണം എന്ന് പറഞ്ഞാലേ അലർജിയാ. ആ ചേട്ടാ, ഒരു 10 മിനിറ്റ് ഇരിക്കെ, ഞാൻ പെട്ടെന്ന് ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ട് വരാം. അമ്മേ, അമ്മ വെറുതെ കഷ്ടപ്പെടണ്ട. ഞങ്ങള് വരുമ്പോ പാഴ്സൽ വാങ്ങിച്ചിട്ടാ വന്നേ. അമ്മ ഇവിടെ ഇരുന്ന് കഴിച്ചേ. സാരയില്ല പൊന്നു, എനിക്ക് വിശക്കുന്നേ ഇല്ല. നീ കഴിച്ചിട്ടല്ലേ വന്നത്? ഇല്ല മുത്തശ്ശ, മുത്തശ്ശിന് മരുന്ന് തരാനുള്ളതുകൊണ്ട് അമ്മ പെട്ടെന്ന് ഇങ്ങ് പോന്നു. വാ അമ്മേ, ഇരുന്ന് കഴിക്കുക. പൊന്നു, എല്ലാവരും കഴിക്കട്ടെ, അതിനുശേഷം കഴിക്കാം. തുളസിയുടെ അമ്മാവനും കുറച്ച് എടുത്താട്ടെ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഞാൻ ഈ വെളിയിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നത് പാമ്പും കീരിയും പോലാ. മുത്തശ്ശ, നമ്മുടെ ജംഗ്ഷനിൽ വെച്ചേ കേശവൻ അങ്കിളിനോട് മുത്തശ്ശ പാനിപൂരി കഴിക്കുന്നത് ഞാൻ കണ്ടല്ലോ. അതുകൊണ്ട് ഓവർ ബിൽഡപ്പ് കാണിക്കാതെ കഴിക്കാൻ നോക്ക്. ആരെങ്കിലും കണ്ടിട്ട് ഞാനാണെന്ന് പറയുന്നു, അത് ഒരാടി വെച്ചെന്നാലും ഉണ്ടല്ലേ. ആ അമ്മാവാ, നാണോ ഒന്നും വിചാരിക്കണ്ട, കുറച്ച് കഴിക്കേ. അത് പിള്ളേര് സ്നേഹത്തോടെ തരികയല്ലേ, കുറച്ചെടുത്താട്ടെ. എന്താണോ നിങ്ങൾ എല്ലാവരും എന്നെ ഇങ്ങനെ നിർബന്ധിക്കുന്നത് കൊണ്ട് കുറച്ച് വേണമൊക്കെ കഴിച്ചേക്കാൻ. ഞാൻ ഒരു ശകലം അങ്ങോട്ട് ഇടുമോളെ. അവിടെ നിൽക്ക്, ഞാൻ ഇതൊക്കെ ഒന്ന് സൈഡിലോട്ട് ഒതുക്കിക്കോളാം. അവര് സ്റ്റാർട്ടർ ഒന്നും തന്നില്ലേ? എങ്ങനെയുണ്ട് മുത്തശ്ശ? എന്താ ഒരു റേഞ്ചിനുണ്ട്, അത്ര തന്നെ. ആ ശരിയാ ശരിയാ, മുത്തശ്ശനും കേശവനും കൂടെ പോയി കഴിക്കുന്നില്ലേ, എന്തായാലും അത്രയൊന്നും വരില്ല. ഒന്നുമില്ല കഴിക്കുക. തുളസി, വെള്ളം ഒഴിക്കുക. അമ്മേ, ഇതാ പിടിക്ക്. ഇത് അമ്മയ്ക്ക് വേണ്ടി മാധവൻ സാറ് സ്പെഷ്യൽ ആയിട്ട് തന്നയച്ചതാ. മാധവൻ സാറോ? അതെ അമ്മേ, ഞാൻ അമ്മയ്ക്കൊരു സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞിരുന്നില്ലേ? അതെന്താണെന്ന് അറിയാമോ? നമ്മൾ ഇന്ന് പോയത് മാധവ സാറിന്റെ കഫേയിലാണ്. പൊന്നു, എന്താ ഈ പറയുന്നേ? ആ കഫേ മാധവൻ സാറിന്റെ ആണോ? അതെ അമ്മേ, ഇന്ന് അദ്ദേഹത്തിനെ അമ്മയ്ക്ക് പരിചയപ്പെടുത്താന്ന് കരുതി അങ്ങോട്ടേക്ക് പോയത്. അദ്ദേഹം വന്ന് അമ്മയെ അന്വേഷിച്ചു, പക്ഷേ അപ്പോഴേക്കും അമ്മ പോയി കഴിഞ്ഞില്ലേ. അയ്യോ, എന്താ ഇങ്ങനെ പറ്റിയത്? നിനക്ക് ആദ്യമേ പറഞ്ഞുകൂടായിരുന്നോ? ഞാൻ അമ്മയ്ക്ക് സർപ്രൈസ് തരാന്നാ വിചാരിച്ചേ. എന്നാ അമ്മ എനിക്കാ സർപ്രൈസ് തന്നത്. മുത്തശ്ശിന്റെ മരുന്ന് കാണുന്നില്ലെന്നും പറഞ്ഞ് അവിടുന്ന് പെട്ടെന്ന് ഇങ്ങ് പോകുന്നില്ലേ. ഞാൻ എന്ത് ഭാഗ്യമില്ലാത്തവളാ. വിഷമിക്കണ്ടമ്മേ, മാധവൻ സാർ അമ്മയ്ക്ക് വേണ്ടി ഈ ബോക്സ് സെന്റിൽ തന്നുവിട്ടത്. ക്രീം റോൾ എന്ന ഒരു പുതിയ റെസിപ്പി ഉണ്ടാക്കിയിട്ടുണ്ട്. ടേസ്റ്റ് നോക്കി എങ്ങനെയുണ്ടെന്ന് വിളിച്ചു പറയാൻ അദ്ദേഹത്തിന്റെ നമ്പർ തന്നിട്ടുണ്ട്. അമ്മയ്ക്ക് ഞാൻ സാറിന്റെ നമ്പർ തരാം, മറക്കാതെ വിളിക്കണം. ഓക്കെ അല്ലേ? ഞാൻ അദ്ദേഹത്തെ ഫോൺ ചെയ്യാനോ? അതിനിപ്പോ എന്താ, ഫോൺ വിളിച്ച് റെസിപ്പി എങ്ങനെയുണ്ടെന്ന് പറഞ്ഞാ മതിയല്ലോ. സാറിന് സന്തോഷാവും. അദ്ദേഹത്തോട് സംസാരിക്കാൻ ഇന്നാ ഭാഗ്യം ലഭിച്ചെന്ന് വിചാരിച്ചാ മതി. ഓക്കെ അല്ലേ? അമ്മേ, യു ക്യാൻ. അമ്മയെ കൊണ്ട് സാധിക്കും. എന്താ വെള്ളം കൊണ്ടുവരാൻ കുളത്തിൽ പോയിരിക്കുകയാണോ? ആ ദേ കൊണ്ടുവരുന്ന അമ്മാവാ. ദേ പൊന്നു, എല്ലാവർക്കും കൊടുക്ക. അമ്മേ, ഇത് അദ്ദേഹം അമ്മയ്ക്ക് വേണ്ടി തന്നുവിട്ടതാ. അയ്യോ, ഇത്ര ഞാൻ ഒറ്റയ്ക്ക് കഴിക്കാനോ? നീ എല്ലാവർക്കും കൊടുക്ക്, ബാക്കി ഫ്രിഡ്ജിൽ വെക്ക്, ഞാൻ പിന്നെ കഴിച്ചോളാം. ഈ പെണ്ണുങ്ങളെ സംസാരിക്കാൻ തുടങ്ങിയ പിന്നെ ആകാശം ഇടിഞ്ഞു വീണാലും അവരറിയാൻ പോകുന്നില്ല. പൊന്നു, അച്ഛന് വിളമ്പി കൊടുക്ക. വേണ്ട മോളെ, മതി മതി. കഴിക്കച്ചാ. അച്ഛനവിടെ ഒറ്റയ്ക്കായതുകൊണ്ട് ശരിയായിട്ട് ഒന്നും അച്ഛൻ കഴിക്കുന്നുണ്ടാവില്ല.
എല്ലാ ദിവസവും മോള് സാമ്പാർ വെച്ച് വെച്ച് ഞാൻ സാമ്പാർ ഉണ്ടാക്കുന്നതേ മറന്നുപോയി. അതുവരെ എനിക്ക് മോരൊഴിച്ച ചോറ് മതി. കുറച്ചു നാളത്തേക്ക് ബുദ്ധിമുട്ടായിരിക്കും. 25 വർഷമായി കൂടെ ഉണ്ടായിരുന്ന മോള് ഇപ്പൊ വീട്ടിലില്ലെന്ന് ഓർക്കുമ്പോ ഒറ്റപ്പെട്ടു പോയൊരു തോന്നൽ. ഒറ്റപ്പെട്ടു എന്ന് എന്തിനാ പറയുന്നേ? ഞങ്ങളുടെ ലാഫിംഗ് ക്ലബ്ബിൽ ചേർന്നോളൂ. ഈ ഒറ്റപ്പെട്ടു എന്ന തോന്നലെല്ലാം ഓടിക്കളയും. എന്തു പറ്റി? ചിരിച്ചിട്ടൊന്നും മിണ്ടാതിരിക്കുന്നു. നാളെ രാവിലെ 6 മണിക്ക് നമ്മുടെ അടുത്തുള്ള ഗ്രൗണ്ടിൽ വരണം. ഈ ദത്തന്റെ ഗ്യാങ്ങിനെ പരിചയപ്പെടുത്തി തരാം. പരിചയപ്പെട്ടാൽ പിന്നെ രാവിലെ തന്നെ നിങ്ങളെത്തും. ഒരുപാട് നന്ദിയുണ്ട്. അങ്ങേപ്പോലെ ഒരാളെ കിട്ടിയതിൽ ഞാൻ ഭാഗ്യശാലിയാ. നാളത്തേക്ക് വേണ്ട, നാളെ നിങ്ങളെയൊക്കെ എന്റെ വീട്ടിലേക്ക് ക്ഷണിക്കാൻ വേണ്ടിയാ ഞാൻ വന്നത്. വിവാഹത്തിന് ശേഷം ചെറുക്കന്റെ വീട്ടുകാരെ വിരുന്നിന് ക്ഷണിക്കുന്നതാ ഞങ്ങളുടെ രീതി. അങ്ങ് പറ്റില്ലെന്ന് പറയരുത്. ഹേയ്, പറ്റില്ലെന്നുമില്ല, വരില്ലെന്നുമില്ല, എത്തിയിരിക്കും. ഒരുപാട് സന്തോഷമുണ്ട്. നാളെ നിങ്ങളെയും പ്രതീക്ഷിച്ച് ഞാൻ വീട്ടിലുണ്ടാവും. സിദ്ധാർത്ഥേ, നാളെ ഇവരെ എല്ലാം അങ്ങോട്ട് കൊണ്ടുവരേണ്ടത് നിന്റെ ചുമതലയാ, കേട്ടോ? ശരി ഗുരുവേ. കടയിലെ കുറച്ച് ജോലിയുണ്ട്, ഞാൻ ഇറങ്ങുക. ചേട്ടാ കുറച്ചു നേരം കൂടെ കഴിഞ്ഞു പോയാ പോരെ? നാളെ കട അവധിയാക്കിയിരിക്കുക. അതുകൊണ്ട് ഇന്ന് കുറച്ച് ജോലി അധികമുണ്ട്. സമയമില്ലാത്തതുകൊണ്ടാ. നാളെ കാണാം. നീ നേരത്തെ വന്നു ഞാൻ അറിഞ്ഞു. പക്ഷെ റൂമിൽ പോയി നോക്കിയപ്പോ നിന്നെ അവിടെ കണ്ടില്ല. പൂർണിമയുടെ കൂടെ നടക്കാൻ പോയിരുന്നില്ലേ? ഓ, വെരി ഗുഡ്. എന്തേത് ഇനിയും ഫോർമൽ ഡ്രസ്സിൽ തന്നെ? നീ വീണ്ടും ഓഫീസിലേക്ക് പോവാണോ? ഏയ് ഇല്ലേമേ. അതെന്താന്ന് വെച്ചാ എന്റെ കുറച്ച് ബിസിനസ് ഫ്രണ്ട്സ് ഇവിടെ ഡിന്നറിന് വരുന്നുണ്ട്. ഓ സോറി, ഞാനത് ഇപ്പോഴാ പറയുന്നത്. ജോലി തിരക്കിനിടയിൽ പറയാൻ മറന്നും പോയി. ദാറ്റ്സ് ഓക്കെ. ഡിന്നർ പ്ലാൻ എന്താന്ന് തീരുമാനിച്ചോ അതോ ഞാൻ തന്നെ ചെയ്യണോ? പ്ലാനിങ് ഒക്കെ ഇളയമേനെ ചെയ്താൽ മതി, എനിക്കൊന്നും അറിയില്ല. ഷുവർ ആദി, ഞാൻ തന്നെ നോക്കിക്കോളാം. താങ്ക് യു ഇളയമേ. പിന്നൊരു കാര്യമുള്ളത്, എൻ്റെ ബിസിനസ് ഫ്രണ്ട്സൊക്കെ വരുന്ന സമയത്ത് ആ മനുഷ്യനിവിടെ ഇല്ലാതിരിക്കുന്നതാണ് നല്ലത്. ഏട്ടൻ എന്താ ഈ പറയുന്നേ? അച്ഛനോട് വീട്ടിലേക്ക് വരണ്ടെന്ന് എങ്ങനെ പറയും? പൂർണിമ, ഇത് ബിസിനസ് കാര്യമാണ്, നിനക്കൊന്നും അറിയില്ല. ചുമ്മാ ഇരിക്കേ. അല്ല ആദി, നിന്റെ ബിസിനസ് ഫ്രണ്ട്സ് എല്ലാം വീട്ടിലേക്ക് വരുന്നു എന്ന് കരുതി ചേട്ടൻ വീട്ടിലുണ്ടാവാൻ പാടില്ലെന്ന് പറയുന്നതിൽ എന്താ ന്യായം? ഇത് അദ്ദേഹത്തിന്റെ വീടാ. നീ ചേട്ടന്റെ കാര്യത്തില് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടാവുന്നില്ല. ഈ കാര്യം എങ്ങനെ അദ്ദേഹം അറിഞ്ഞാൽ എന്തുമാത്രം വിഷമിക്കുമെന്നറിയോ? അതങ്ങനെയല്ലേ ഇളമേ. ദേ നോക്ക്, ഡിന്നറിനുള്ള ഏർപ്പാട് ചെയ്യാൻ പറഞ്ഞു, ഞാൻ ചെയ്യാം. പക്ഷെ ആ സമയത്ത് ചേട്ടൻ വീട്ടിലുണ്ടാവാൻ പാടില്ലെന്ന് നീ പറഞ്ഞില്ലേ? അതൊരിക്കലും എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല. എന്താ ബോസ്, ഈ സമയത്ത് ആർക്ക് വേണ്ടിയാ പുകയിട്ടോണ്ടിരിക്കുന്നത്? ഏയ്,
സ്മെല്ല് നല്ലതാന്ന് തോന്നി. അത് മാത്രമല്ല ഇത് കത്തിച്ച കൊതുവും വരില്ല, അതുകൊണ്ടാ. ഏയ് ആ, ഉം, ഉം. എടാ പൊട്ടാ, ശരിക്കും മനസ്സിലാവുന്ന പോലെ പറ. അത് തന്നെ ബോസ്. എന്റെ ഫ്രണ്ട് അക്ഷയ് ഇല്ലേ, അവൻ എനിക്ക് നിനക്ക് വേണ്ടി ഒരു പാർട്ടി അറേഞ്ച് ചെയ്തിരിക്കുക. എപ്പോ? ഇന്നാണ് ബോസ്. ഞാനും ഇപ്പൊ അങ്ങോട്ട് അറിഞ്ഞതേ ഉള്ളൂ. വേഗം ചെന്ന് റെഡിയാവും. അല്ല, അമ്മയോട് പറഞ്ഞോ? ഇറങ്ങുമ്പോ നമുക്ക് പറയാം, ചെല്ല്. സിദ്ധാർത്ഥ്, എവിടെ പോവാണെങ്കിലും ആദ്യം വീട്ടിൽ പറഞ്ഞിട്ട് പോകുന്ന ശീലം എനിക്കുള്ളത്. എനിക്കതില്ലെന്നാണോ പറയുന്നത്? എന്റെ ബോസെ, നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്ന മുത്തശ്ശൻ ഇങ്ങെത്തും. പിന്നെ കോടതിയിൽ പറയുന്ന പോലെ ഉത്തരങ്ങൾ കൊടുക്കേണ്ടി വരും. പ്ലീസ് ബോസ്, വേഗം ചെന്ന് റെഡിയാവും. അല്ല, അമ്മയുടെ അടുത്ത് അതൊക്കെ ഞാൻ അമ്മയോട് പിന്നെ പറഞ്ഞോളാം. നീ ആദ്യം റെഡിയാവാൻ നോക്ക്. ഞാൻ താഴെ ഉണ്ടോ, നീ വേഗം റെഡി ആയിട്ടോ. അമ്മേ, അമ്മ എവിടെയുള്ളേ? ആ ദേ വരുന്നു പൊന്നോ. എന്താ പൊന്നു, നിങ്ങൾ പുറത്തു പോവുകയാണോ? ഞാൻ ഭക്ഷണം ഉണ്ടാക്കിയിട്ടുണ്ട്. സോറി അമ്മേ, സിദ്ധാർത്ഥിന്റെ ഫ്രണ്ടിന്റെ വീട്ടില് എന്തോ പാർട്ടിയാന്ന് ഇപ്പഴാ ഫോൺ വിളിച്ച് പറഞ്ഞേ. ഈ സമയത്ത് പാർട്ടിയോ? അമ്മേ, നൈറ്റ് പാർട്ടി എന്ന് പറഞ്ഞാൽ പിന്നെന്താ പകലാണോ നടത്തുന്നത്? അല്ല, ഈ സമയത്ത് നിങ്ങൾ രണ്ടുപേരും. ഒരു കാര്യം ചെയ്യാം അമ്മേ, അമ്മയെ റെഡിയാവും, എന്നിട്ട് മുത്തശ്ശനെ റെഡിയാക്ക്. പിന്നെ കേശു അങ്കിളുടെ വൈഫ് എല്ലാവരോടും വരാൻ പറയും. നമുക്ക് ഒരുമിച്ച് പോവാം. അങ്ങനെ അല്ല അപ്പോ. പിന്നെ എന്താ അമ്മേ, ഞങ്ങളിപ്പോ കല്യാണം കഴിഞ്ഞല്ലേ ഉള്ളൂ. ഞങ്ങൾക്കും പുറത്തൊക്കെ പോകണമെന്നുള്ള ആഗ്രഹം കാണില്ലേ? എനിക്ക് മനസ്സിലാവുന്നുണ്ട് അപ്പോ. പക്ഷെ അമ്മാവൻ ചോദിച്ചാൽ ഞാൻ എന്ത് ഉത്തരം പറയും? എന്തെങ്കിലും ഒന്ന് പറഞ്ഞ് മാനേജ് ചെയ്യാമേ, പ്ലീസ്. അമ്മേ, സോറി അമ്മേ. ഞങ്ങൾ ആദ്യമേ അറിഞ്ഞിരുന്നെങ്കിൽ മുത്തശ്ശനോടും പറഞ്ഞേനെ. മുത്തശ്ശൻ എന്തെങ്കിലും ചോദിച്ചാ എന്താ കാര്യം എന്ന് പറഞ്ഞാൽ മതിയല്ലോ, കുഴപ്പമുണ്ടാവില്ല. ആ അക്ഷയ്, ദേ ഇറങ്ങി കഴിഞ്ഞു. ഉടനെ അങ്ങെത്തും. ആ ബോസ്, ടൈമായി. വാ, നമുക്ക് ഇറങ്ങാം. അമ്മേ പ്ലീസ് അമ്മേ, എന്തെങ്കിലും ഒന്ന് പറഞ്ഞ് മാനേജ് ചെയ്യും. വാ. ബൈ അമ്മേ. സിദ്ധാർത്ഥ്, നീ നടന്നോ, ഞാൻ വന്നേക്കാം. എന്താടാ? നടന്നോളൂ, ഞാൻ വരാം. ശരി, വേഗം വാ. സോറി അമ്മേ. സോറി എന്തിനാ പൊന്നു? നിങ്ങൾക്കും ആഗ്രഹങ്ങൾ കാണില്ലേ? സാരമില്ല, നീ പോയിട്ട് വാ. രാവിലെ നേരത്തെ വരാം. അമ്മ വിഷമിക്കണ്ട കേട്ടോ. അമ്മേ, ക്രീം റോള് കഴിക്കാൻ മറക്കരുത്. കഴിച്ചു കഴിഞ്ഞിട്ട് മാധവൻ സാറിനെ വിളിക്കണം. സാറിന് സന്തോഷാവും. ശരി പൊന്നു. അപ്പനോട് ബൈക്ക് പതുക്കെ ഓട്ടിക്കാൻ പറയണേ. ശ്രദ്ധിച്ചു പോ. പോയിട്ട് വരാമേ. അമ്മാവൻ ചോദിച്ചാൽ ഞാൻ എന്തു പറയും? എൻ്റെ ബിസിനസ് ഫ്രണ്ട്സൊക്കെ വരുന്ന സമയത്ത് ആ മനുഷ്യനിവിടെ ഇല്ലാതിരിക്കുന്നതാണ് നല്ലത്. എടത്തി, ആരെങ്കിലും വെയിറ്റ് ചെയ്തിരിക്കുകയാണോ? ആ, അച്ഛൻ എപ്പോഴും ഈ സമയത്ത് വരാറുള്ളത്. പക്ഷെ ഇതുവരെയായിട്ടും വന്നില്ല. വല്യച്ഛനോ? വല്യച്ഛൻ നേരത്തെ വന്നിരുന്നല്ലോ. അച്ഛൻ വീട്ടിൽ വന്നെന്നോ? പക്ഷെ റൂമിൽ കണ്ടില്ല. വല്യച്ഛൻ വീട് വരെയേ വന്നുള്ളൂ, അകത്തേക്ക് കയറിയില്ല. ആദ്യമായിട്ട് സംസാരിച്ചോണ്ടിരുന്നപ്പോഴാ വല്യച്ഛൻ കയറി വന്നത്. അപ്പോ ഏട്ടൻ പറഞ്ഞതൊക്കെ കേട്ടിട്ട് പുറത്തു പോയി കാണൂ. മേ ബി, ഐ ഡോണ്ട് നോ. വിസ്മയ, ആ പോസ്റ്ററിങ് എടുത്തേ. അയ്യോ സാർ, മാധവൻ സാർ, നമസ്കാരം. ഈ സമയത്ത് ഇവിടെ എന്താ ചെയ്യുന്നേ? സാർ, ഗരം മസാലയുടെ പോസ്റ്റർ ഒട്ടിക്കാ സാർ.
ഈ പോസ്റ്റർ ഒട്ടിക്കാനായിട്ട് ഞങ്ങൾ വേറെ ആരെയും ഏർപ്പാടാക്കിയിട്ടില്ല സർ. അതിനുള്ള സാമ്പത്തികവും ഞങ്ങൾക്കില്ല സർ. അതുകൊണ്ട് ഞാൻ തന്നെ പോസ്റ്ററെല്ലാം ഒട്ടിക്കാന്ന് പറഞ്ഞിറങ്ങിയതാ സർ. അപ്പോ ഇതാ എന്റെ കുടുംബം എന്റെ കൂടെ ഉണ്ട് സർ. വളരെ സന്തോഷം. നമ്മൾ ചെയ്യുന്ന ജോലിക്ക് കുടുംബത്തിലുള്ളവരുടെ സപ്പോർട്ട് കിട്ടാൻ ഭാഗ്യം ചെയ്യണം.